ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കൊട്ടിയൂർ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയാണ്. സതിയുടെ സ്വയംവരം, ദ്വാരപാലക സ്ഥാനത്ത് ഭഗവാന്റെ പ്രതിമ സ്ഥാപിച്ച ദക്ഷൻ, ആ പ്രതിമയിൽ മാലയിട്ട സതീദേവി, സതീദേവിയെ ഭഗവാൻ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. അവരവിടെ സകുടുംബം സസന്തോഷം വാഴാൻ തുടങ്ങി. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കൈലാസത്തിൽ സതീശിവന്മാർ ദാക്ഷായണിയും ശിവനും, ദക്ഷന്റെ പുത്രി ദാക്ഷായണിയും ശിവനും വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇടയ്ക്കാണ് ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചത്. നമ്മൾ ദക്ഷയാഗം എന്ന് സാധാരണ പറയാറുള്ള യാഗത്തിന്റെ യഥാർത്ഥമായ പേര് ബൃഹസ്പതി സവം എന്നാണ്. ബൃഹസ്പതി സവം എന്ന മഹായാഗം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു. ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും ഒക്കെ ദക്ഷൻ യാഗത്തിൽ പങ്കാളിയാവാൻ ക്ഷണിക്കുകയും ചെയ്തു. വളരെ ബോധപൂർവം, യഥാർത്ഥത്തിൽ അത് ഭൃഗുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഭൃഗുവാണ് ദക്ഷന് ഈ ഒരു കുബുദ്ധി ഉപദേശം കൊടുക്കുന്നത്. മഹാദേവന്, ശിവന് ദക്ഷൻ യാഗത്തിൽ ക്ഷണിച്ചില്ല. മുൻപേ തന്നെ ശിവനൊരു ശാപമുണ്ട്, യാഗഹവിസിന് അവകാശമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശിവൻ വന്നില്ലെങ്കിലും യാഗം പൂർണ്ണമാവും. ശിവനെ യാഗത്തിൽ ക്ഷണിച്ചില്ല. ശിവൻ ഈ വിവരം നാരദർ വഴിയാക്കി അറിഞ്ഞെങ്കിലും ശിവൻ അത് മൈൻഡ് ചെയ്തില്ല, കാര്യാക്കില്ല. പക്ഷെ ഈ വിവരം നാരദര് വളരെ രഹസ്യമായി സതിയുടെ ചെവിയിലേക്ക് ആ വാർത്ത എത്തിച്ചു. ദേവി, അങ്ങയുടെ പിതാവ് ഭൂമിയിൽ ഒരു വലിയ യാഗം നടത്തുകയാണ്. ബൃഹസ്പതി സവം എന്ന് പറഞ്ഞ മഹായാഗം നടക്കുകയാണ്. സാക്ഷാൽ വിശ്വകർമാവാണ് യാഗശാല നിർമ്മിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും മറ്റു ദേവതകളും യക്ഷകിന്നര ഗന്ധർവന്മാരും ഒക്കെ ആ യാഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ പോകുന്നില്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യം സതിയുടെ ഉള്ളിൽ ചെറിയൊരു മുറിവുണ്ടാക്കി. അച്ഛൻ എന്തേ എന്നെ യാഗത്തിൽ ക്ഷണിക്കുന്നത്? പക്ഷെ സതി ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. നോക്കണം, ഓരോ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ ഓരോ സംഭവത്തിലേക്കുള്ള വഴികൾ തുറന്നു വരികയാണ് ഇവിടെ. സതി ഭഗവാനോട് പോയി പറഞ്ഞു, ഭഗവാനെ, അച്ഛൻ ഒരു യാഗം നടത്തുന്നുണ്ട്, എനിക്ക് യാഗത്തിന് പോയേ പറ്റുള്ളൂ. ഒക്കെ അറിയുന്ന ത്രികാലജ്ഞാനിയായ ഭഗവാൻ പറഞ്ഞു, വേണ്ട, അങ്ങോട്ട് പോകണ്ട. അങ്ങ് പോയാൽ, അവിടെ പോയാൽ നീ അപമാനിക്കപ്പെടും. നിന്നെ ക്ഷണിച്ചില്ലല്ലോ, നമ്മെ ക്ഷണിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ലാതായി ഭഗവാൻ. സതീദേവി പറഞ്ഞു, അത് അച്ഛൻ ഈ തിരക്കുകൾക്കിടയിൽ ക്ഷണിക്കാൻ മറന്നതാണ്. മഹാദേവൻ ഒരുപാട് പറഞ്ഞു നോക്കി, നീ പോവരുത് എന്ന് ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷെ സതി അച്ഛന്റെ യാഗശാലയിലേക്ക് ചെല്ലണമെന്നും യാഗം കാണണമെന്നും അച്ഛൻ തന്നെ മകളെ പോലെ സ്വീകരിക്കുമെന്നൊക്കെ വെറുതെ പ്രതീക്ഷിച്ചു. മനസ്സില്ലാ മനസ്സോടെ ശിവനൊരു സമ്മതം കൂടി. പക്ഷെ പോകുന്നതിന് മുമ്പ് ശിവൻ സതിയോടൊരു കാര്യം പറഞ്ഞു, അപമാനിതയായിട്ട് തിരിച്ച് കൈലാസത്തിലേക്ക് വരരുത്. സതി പറഞ്ഞു, അപമാനിതയാവുകയെ അങ്ങേക്ക് അറിയാത്തത് കൊണ്ടാണ്. എനിക്കറിയാം എൻ്റെ അച്ഛനെ. അങ്ങയുടെ പത്നിയാവുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ താഴത്ത് വെച്ചാലോ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന് പറഞ്ഞ് എന്നെ അത്രത്തോളം വാത്സല്യത്തോടെ വളർത്തിയ ഒരാളാണ് അച്ഛൻ. എന്നെ കാണുമ്പോൾ തന്നെ മകള് വന്നല്ലോ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ എന്നെ കെട്ടിപ്പിടിക്കും.
എന്നെനിക്ക് ഉറപ്പുണ്ട്. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ശരി. സതീദേവിയോട് പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോവണ്ട എന്ന് പറഞ്ഞ് നന്ദികേശന് ഋഷഭത്തിന്റെ ഒരു കാളയുടെ രൂപം ധരിച്ച് ദേവിയുടെ കൂടെ യാത്രയായി. കൂടുതൽ 1000 പടയാളികളെയും ഭഗവാൻ ദേവിക്ക് കൂട്ടിനയച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലനാമ കഥകളുണ്ട് കൊട്ടിയൂരിന്റെ പരിസരത്ത്. അത് നമുക്ക് പിന്നീട് പറയാം. വളരെ രസകരമാണ് അതൊക്കെ. എന്തായാലും ദേവി ബൃഹസ്പതീസവം എന്ന മഹായാഗത്തിൽ പങ്കെടുക്കാൻ പോയി. ഇങ്ങനെ ഒരാൾ വന്നു എന്ന ഭാവം പോലും ദക്ഷൻ കാണിച്ചില്ല. അത് മാത്രല്ല, ദേവിയെ സാക്ഷാൽ ശിവഭക്തിയാണെന്ന് ആലോചിക്കണം. ദേവിയെ ദക്ഷൻ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. ഈ വിളിക്കാത്ത ഈ യാഗത്തിന് നീ എന്തിനു വന്നു? പിന്നെ വിളിക്കാതെ വരുന്ന അഗതികൾക്കുള്ള അന്നപ്പുറ പുറകിലാണ്, അവിടെ പോയി വേണമെങ്കിൽ തന്നെ കഴിച്ചിട്ട് പൊക്കോളൂ. കൂട്ടത്തിലൊരു ചോദ്യവും, എന്തേ നിന്റെ ഭർത്താവ് ആ ചുടലമാടനുണ്ടല്ലോ, ശ്മശാനവാസി, തലയോടുമായി ഭിക്ഷ നേടുന്ന ആ പാമ്പിലേക്ക് കഴുത്തിലിട്ടുള്ള വികൃത രൂപി, അയാളെ നീ കൊണ്ടുവന്നില്ലേ? അല്ല, കൊണ്ടുവരാനും നന്നായി. കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ നിലക്കും വിലക്ക് യോജിക്കില്ലല്ലോ അതിന്റെ ഭർത്താവിന്റെ രൂപവും ഭാവവും. ഇതൊക്കെ കേട്ടതോടെ സതീദേവിക്ക് സഹനത്തിന്റെ മറുപുറമെത്തി അമ്മ. അങ്ങനെ അമ്മ ആ യാഗാഗ്നിയിൽ സ്വയം ആത്മാഹുതി ചെയ്തു. യാഗാഗ്നിയിലേക്ക് ആദിപരാശക്തിയാണ് ആത്മാഹുതി ചെയ്തത്. ഈ വിവരം ശിവഭഗവാൻ അറിഞ്ഞു. ശിവൻ അറിഞ്ഞതോടെ ശിവൻ തന്റെ ജട പിടിച്ച് നിലത്തടിച്ചു. ജടയിൽ നിന്നും വീരഭദ്രനും ഒരുപാട് ഭൂതഗണങ്ങളും പ്രത്യക്ഷമായി. അവര് ഈ കൊട്ടിയൂർ ദേശത്തേക്ക് ദക്ഷയാഗ ഭൂമിയിലേക്ക് ചെന്നു യാഗം അലങ്കോലമാക്കി. ദക്ഷന്റെ താടിമീശ പറിച്ചെറിഞ്ഞു, ഭൃഗുവിന്റെ താടിമീശ പറിച്ചെറിഞ്ഞു, ദക്ഷന്റെ തല വെട്ടി യാഗം അവസാനിച്ചു. ഈ യാഗമാണ് കൊട്ടിയൂരിൽ നടന്ന ബൃഹസ്പതീസവം. നമ്മൾ കൊട്ടിയൂരിൽ ചെല്ലുമ്പോ അമ്മാറക്കല്ല് എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണും. അമ്മാറക്കല്ല് അമ്മ മറഞ്ഞ കല്ലാണ്. അമ്മ മറഞ്ഞ കല്ലിൽ, അമ്മാറക്കല്ലിൽ ഇപ്പോഴും ദേവിയുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ പിന്നീട് സതീദേവിയുടെ പാതിവണ ജഡവുമായി ശിവഭഗവാൻ താണ്ഡവം നടത്തിയതും മഹാവിഷ്ണു തന്റെ സുദർശനചക്രം കൊണ്ട് സതീദേവിയുടെ ജഡത്തെ ചെറിയ കഷ്ണങ്ങളായി ഛേദിച്ചതും അത് ചെന്ന് വീണിടം ശക്തിപീഠങ്ങളുമായതൊക്കെ മറ്റു കഥ. നമുക്ക് ശക്തിപീഠങ്ങളെ കുറിച്ച് വിശദമായി പിന്നീട് പറയാം. അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. പിന്നീട് അവിടെ യാഗം മുടങ്ങിയ യാഗം വീണ്ടും നടന്നേ പറ്റുള്ളൂ. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും സകല ദേവന്മാരുടെയും അപേക്ഷയെ മാനിച്ച് ഭഗവാൻ ഒരാടിന്റെ തല ദക്ഷന് വെച്ചു കൊടുത്ത് ദക്ഷന് ജീവൻ തിരിച്ചു. അജമുഖ ദക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. തിരിച്ചു കൊടുത്ത് യാഗം പൂർണ്ണമാക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും 3 മൂർത്തികളും കൂടിച്ചേർന്ന ഇടത്തിന് കൂടിയൂര് എന്ന് പേര് വരികയും കാലക്രമേണ കൂടിയൂര് കൊട്ടിയൂരായി മാറുകയും ചെയ്തു. നമ്മൾ കൊട്ടിയൂരിന്റെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങൾ, കൊട്ടിയൂരിൽ പോകുന്ന ആൾക്കാർ അതിന്റെ സ്ഥലപ്പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൊട്ടിയൂരിന്റെ അടുത്തുള്ള പ്രധാന ടൗണാണ് കേളകം.
കൊട്ടിയൂർ അമ്പലത്തില്, നമ്മുടെ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തില് ചെല്ലുമ്പോൾ ഇടതുഭാഗത്ത് ഒരു വലിയ കാവ് കാണാം. മനുഷ്യർക്ക് അവിടെ പ്രവേശനമില്ല. കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ അപ്പട നിവേദ്യം അവിടെയാണ് നടക്കുക. അപ്പട എന്താണെന്നൊക്കെ വിശദമായി പറയാം. നമ്മൾ ഉത്സവ ആഘോഷങ്ങളെ കുറിച്ചും 4 ആരാധനകളെ കുറിച്ചും ഒക്കെ വിശദമായി നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം. ഈ സ്ഥലത്തിന് ആയില്യാർ കാവ് എന്നാ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു, മഹാദേവൻ ദേവിക്ക് സംരക്ഷണത്തിനായിട്ട് 1000 പടയാളികൾ അയച്ചിരുന്നു. ഈ 1000 വില്ലുകാർ എന്ന സ്ഥലമാണ് ആയില്യാർ കാവ്. അതുപോലെ കൊട്ടിയൂരിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട ടൗണാണ് കേളകം. അങ്ങനെ യാഗശാലയിലേക്ക് വന്ന അമ്മ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇനി തനിക്ക് വാഹനം വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരിടത്ത് കണ്ട ഒരു മരക്കുറ്റിയില് തന്റെ വാഹനമായ കാളയെ കെട്ടി. അമ്മ കാളയെ കെട്ടിയ സ്ഥലമാണ് അത്രേ കേളകം. കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നപ്പോ സർവാഭരണ വിഭൂഷിതയാണ് അമ്മ. ഈ സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ട് ഒരു പാലയുടെ ചോട്ടിൽ വെച്ചു. ഇനി ആഭരണങ്ങൾ ഇല്ലാതെ പോകാം. കൊട്ടിയൂരിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തിന്റെ പേരാണ് പൊന്നിരിക്കും പാല. ആ പൊന്നിരിക്കും പാല അമ്മ പൊന്നാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഊരി വെച്ച സ്ഥലമാണ്. കുറച്ചുകൂടി നടന്നപ്പോ അമ്മ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അമ്മയ്ക്ക് ആലസ്യം വന്ന സ്ഥലം ആയോത്തുംചാല് എന്ന് പറയാൻ തുടങ്ങി. യാത്രയിൽ അമ്മ കണ്ണുനീർ വാർത്ത സ്ഥലം, കരഞ്ഞ സ്ഥലം, കണ്ണീർ ചാൽ ഒഴുകിയ സ്ഥലം കണിച്ചാറ് എന്നും, ഒരിടത്ത് നിന്ന് യാഗശാലയിലെ ശബ്ദഘോഷങ്ങൾ കേട്ട് ഒരിടത്ത് നിന്ന് യാഗശാലയിലേക്ക് അമ്മ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നിടത്തിന് നീണ്ടു നോക്കി എന്നും, അമ്മ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന സംശയത്തിൽ മന്ദം നടന്ന സ്ഥലം, മന്ദം ചരിച്ച സ്ഥലം മന്ദം ചേരി എന്നും, ചുങ്കം കൊടുത്ത സ്ഥലം ചുങ്കക്കുന്ന് എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഇതിപ്പോഴും കൊട്ടിയൂരിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ദക്ഷയാഗവുമായി വളരെ അടുത്ത് ബന്ധമുണ്ട് കൊട്ടിയൂര് എന്നൊരു തെളിവാണ് ഈ സ്ഥലം നാമചരിതങ്ങൾ പോലും. നമ്മൾ കൊട്ടിയൂരിലേക്ക് പോകുമ്പോൾ തിരുവഞ്ചിറയിലൂടെയാണ് പ്രദക്ഷിണം വെക്കുക. അന്ന് ദക്ഷന്റെയും ഭൃഗുവിന്റെയും മറ്റ് ദക്ഷ പടയാളികളുടെയൊക്കെ രക്തം വീരഭദ്രനും കൂട്ടാളികളും ഈ തല കൊയ്തപ്പോ ആ രക്തം ചിറ പോലെ ഒഴുകി ഒരു പുഴ പോലെ ചിറ പോലെ തളം കെട്ടിക്കിടന്നു. അങ്ങനെ രുധിരം ചിറ പിന്നീട് തിരുവഞ്ചിറയായി മാറി എന്ന് വൈകിക്കും. ഇനി കൊട്ടിയൂരിലെ ഉത്സവങ്ങൾ, ഉത്സവ ചടങ്ങുകൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായ ചടങ്ങുകളാണ്. നമ്മൾക്ക് മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന ചടങ്ങുകളും നമ്മൾ കാണാത്ത നിഗൂഢമായ ചടങ്ങുകളൊക്കെയുള്ള സ്ഥലമാണ് കൊട്ടിയൂര്. ആ ചടങ്ങുകളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഭക്തരായ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീമാത്രേ നമഃ. നമഃ ശിവായ.